ബി.ജെ.പി. എം.പിയും മുൻ ക്രിക്കറ്റ് താരവുമായ ഗംഭീർ രാഷ്ട്രീയം വിടുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഗൗതം ഗംഭീർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്കില്ലെന്ന് യുവരാജ് സിംഗും വ്യക്തമാക്കി. അതേസമയം ഗുസ്തി താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ട്. ഈസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള ബി.ജെ.പി. എം.പിയാണ് ഗൗതം ഗംഭീർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഗംഭീറിന്റെ പേര് ഉറപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയം വിടാനുള്ള തീരുമാനം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഗൗതം ഗംഭീർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. ചുമതലയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ജെ.പി. നദ്ദയോട് ആവശ്യപ്പെട്ടു. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് രാഷ്ട്രീയം വിടുന്നത്. ദില്ലിയിൽ കോൺഗ്രസും എ.പിയും ഒരുമിച്ച് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഗംഭീറിന്റെ തീരുമാനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും. തോൽവി ഭയന്ന് ഗൗതം ഗംഭീർ പിന്മാറി എന്ന പ്രചാരണം ഇന്ത്യ മുന്നണി നടത്തുമോ എന്ന ആശങ്കയും ചില കോണുകളിൽ ഉണ്ട്. കായിക താരങ്ങൾ ബി.ജെ.പി. സ്ഥാനാർത്ഥികളാകും എന്ന റിപ്പോർട്ടുകൾക്കിടെ ഗുരുദാസ്പൂരിൽ മത്സരിക്കില്ല എന്ന് മുൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് അറിയിച്ചു. മാറ്റം കൊണ്ടുവരാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കും എന്നും യുവരാജ് സിംഗ് വ്യക്തമാക്കി. യുവരാജിനെ മത്സരിപ്പിച്ച് പഞ്ചാബിൽ മേൽക്കൈ നേടാം എന്ന് ബി.ജെ.പി. കരുതിയിരുന്നു. ഗുസ്തി താരം സാക്ഷി മാലിക്കിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നീക്കമുണ്ട്. ഹരിയാനയിൽ മത്സരിപ്പിക്കാനാണ് ആലോചന. ലൈംഗിക അതിക്രമ പരാതിയിൽ അടക്കം കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്ന താരങ്ങൾ മത്സരിക്കുന്നത് പാർട്ടി ഗുണം ചെയ്യും എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.